അങ്ങനെ നമ്മളെ ഗംഗേട്ടൻ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് അമ്മേനെ കാണാൻ പോകുന്നുണ്ട്. അമ്മേനെ കാണാൻ പോയിട്ട് ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ തിരുവനന്തപുരം വരെ പോയത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് കണ്ടോ എന്ന് പറയണ്ട. എല്ലാവരെയും കണ്ടോ കണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എന്താ മനുവിന് പറ്റിയ മനു അലീനേനെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണല്ലോ, ഇനി എന്താ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അത് കുഴപ്പമില്ല, അത് ബാലചന്ദ്രൻ്റെ മകളാണെന്ന് പറഞ്ഞിട്ട് എത്ര നാണക്കേടുണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവനെ കല്യാണം കഴിപ്പിക്കുക, എന്താ മനസ്സിലാക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് മുത്തശ്ശി ഗംഗേട്ടനോട്. അപ്പോൾ ഗംഗേട്ടൻ പറയുന്നുണ്ട് അത് ബാലചന്ദ്രൻ്റെ മകളല്ല അമ്മേ, ഞാൻ എൻ്റെ കൂടെ പണിയെടുത്ത സ്റ്റാൻലി ജോസഫ് എന്ന് പറഞ്ഞ ആളുടെ മകളാണ് എന്ന് പറയും. ഇത് മുത്തശ്ശിക്ക് കേൾക്കുമ്പോൾ ആകെ ഞെട്ടുണ്ട്. നീ എന്താ പറയണ ഗംഗ എന്ന് പറയണ്ട. അതേ അമ്മയാണ്. അപ്പം മുത്തശ്ശിക്ക് മനസ്സിലാവേണ്ട ഏകദേശം അലീന നമ്മുടെ വൈജയുടെ മകളാണെന്നൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ അലീന രോഹിത്തിന് ഒരു പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് രണ്ടാളും കൂടി അമ്പലത്തേക്ക് കൊണ്ടുപോയി എല്ലാവരും കൂടി എല്ലാ ആൾക്കാരും പുറത്തുനിന്നൊക്കെ കളിയാക്കുന്നുണ്ട്. പക്ഷേ അലീന അതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മുടെ രോഹിത്തിനെ അമ്പലത്തിലൊക്കെ കൊണ്ടുപോയി തൊഴുകിച്ചിട്ട് വരുന്നുണ്ട്. എന്തായാലും ബാലചന്ദ്രനാണെങ്കിൽ വലിയ സന്തോഷമുണ്ട്. അലീനയുടെ കൈയൊക്കെ പിടിച്ചിട്ട് പറയുന്നുണ്ട് ഒരുപാട് നന്ദിയുണ്ട് മോളെ, നീ ഇങ്ങനെ നിൻ്റെ മകനെ മാറ്റി തന്നില്ല, അതിന് ഞാൻ എത്ര നിന്നോട് നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് പറയുന്നത്. ആ സമയത്ത് അലീന പറയുന്നത് അച്ഛൻ എന്താ പറയുന്നത്, അവൻ എൻ്റെ അനിയനല്ലേ, ഞാനല്ലേ അവനെ നേർവഴിക്ക് കൊണ്ടുപോകേണ്ടത്, അതിനൊന്നും എന്നോട് അച്ഛൻ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.